പടച്ചവന്റെ സ്വഭാവമുള്ള കുറെ മനുഷ്യർ ഈ ഭൂമിയിലുണ്ടോ? എന്താണ് പടച്ചവന്റെ സ്വഭാവം? റഹ്മത്ത്, കാരുണ്യം. ഞാൻ എറണാകുളം കുമ്പളത്ത് സുറുമി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഈ മാല കളക്ട് ചെയ്തത്. അതായത് സുറുമി വിവാഹ സമയത്ത് നേർച്ചയാക്കിയതാണ്, എന്റെ സ്വർണത്തിന്റെ ഒരു വിഹിതം ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് കൊടുക്കും. ഞാൻ ഈ മാലയുമായി ചാവക്കാട്ടേക്ക് പോകണം. ചാവക്കാട് നാളെ ഒരു പന്തലിൽ 2 പെൺകുട്ടിയുടെ വിവാഹം നടക്കാൻ, നിർധന കുടുംബത്തിൽപ്പെട്ട, മറ്റാരും സഹായിക്കാനില്ലാത്ത ഒരു കുടുംബത്തിലെ ഒരേ സമയം 2 പെൺകുട്ടിയുടെ കല്യാണമാണ്. ആ കല്യാണത്തിലേക്ക് സുറുമി സമ്മാനിച്ചതാണ്. അള്ളാഹു തആല അവൾക്ക്, അവളുടെ ഭർത്താവിന്, മക്കൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ അള്ളാഹ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് സുറുമി തന്ന ആ ഒരു പവന്റെ മാല ഒരൊറ്റ പന്തലിൽ സഫയുടെയും മറുപടിയും വിവാഹം നടക്കുകയാണ്. അവരെ കയ്യിലേക്ക് ഏൽപ്പിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ 2 പേരും അവർക്ക് വേണ്ടി എപ്പോഴും ദ്വാരക്കണം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് വാങ്ങുന്ന സമയത്ത് വിങ്ങുമായിരുന്നു ഹൃദയം. മറ്റൊന്നും കൊണ്ടല്ല, സ്വർണത്തിന് 1,14,000 രൂപ ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ 1,14,000 അല്ലെങ്കിൽ 12 വരും. അവള് ഈ പറയപ്പെടുന്ന സമ്പന്നൊന്നുമല്ല, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളുടെ ഭാര്യയാണ്. എന്നിട്ട് പോലും മറ്റൊരാൾക്ക് ഇത് പങ്കുവെക്കാനുള്ള മനസ്സുണ്ടല്ലോ. ആ മനസ്സ് എന്തുകൊണ്ടാണെന്നറിയോ? ഇതൊക്കെ കൊടുത്താൽ നാളെ റബ്ബിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഫലം, ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ വരുമ്പം റബ്ബ് തുണയാകുമെന്നുള്ള ഒറ്റ ബോധ്യത്തിന്റെ പേരിൽ കൊടുക്കുന്നതാണ്. പടച്ചവൻ വളെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷം സുറുമി, ഒത്തിരി സന്തോഷം. ഹൃദയം തൊട്ടുള്ള പ്രാർത്ഥനയിൽ നീ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായിരുന്നാലും ഇത് അവരുടെ കയ്യിൽ എനിക്ക് ഏൽപ്പിക്കണം. ഞാൻ ചാവക്കാട്ടേക്ക് പോവാണ്. ഇനി നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഒരു പന്തൽ 2 പെൺകുട്ടിയുടെ വിവാഹം നടക്കാൻ പോവാണ്. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറിലേക്കും എന്തെങ്കിലും നൽകി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. ഇതിന്റെ കാരണം കൊണ്ട് അള്ളാഹു തആല നമ്മുടെ ഇഹവും പരവും അള്ളാഹു ജീവിപ്പിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ സഫയും മറുപടിയും വിവാഹം കഴിക്കുന്ന ആ ചെറുപ്പക്കാർ, അവർക്ക് എൻ്റെ പ്രാർത്ഥനയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 1 രൂപ പോലും സ്ത്രീധനം വാങ്ങിയില്ല എന്ന് മാത്രമല്ല, ആ പെൺകുട്ടിയുടെ കുടുംബങ്ങൾ നിർധന കുടുംബമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓഡിറ്റോറിയവും മറ്റ് ഭക്ഷണമൊക്കെ അവർ 2 പേരും കൂടെ ഷെയർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവർ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് എന്തിനു വേണ്ടിയാണ്? ആ പെൺകുട്ടികളെ വിവാഹം കഴിക്കുക എന്നുള്ളതും അവരോടൊപ്പമുള്ള ജീവിതമാണ് അവർ ലക്ഷ്യം കണ്ടത്. മറ്റ് ഒരു തരത്തിലുള്ള മാമൂലുകളൊന്നും അവർ ആഗ്രഹിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ്. മക്കളെ, ഇങ്ങനെ ആയിരിക്കണം ചെറുപ്പക്കാർ. കാശിന് വേണ്ടി, മറ്റ് സ്വത്തുവകകൾക്ക് വേണ്ടിയൊന്നും നമ്മൾ പെൺകുട്ടികൾ വിവാഹം കഴിക്കരുത്. നല്ല 2 മക്കളെ, നല്ല 2 ചെറുപ്പക്കാർ വിവാഹം കഴിക്കുന്നു. അപ്പോൾ ഏതായിരുന്നാലും മക്കളെ, എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥന പൂക്കളും. അള്ളാഹു നിങ്ങളെ സ്വീകരിക്കട്ടെ. പിന്നെ ഇത് ഏറ്റവും ചെറിയ കുട്ടിയാണ്, കിഡ്നിക്ക് ചെറിയ പ്രയാസമുണ്ട്. അള്ളാഹു തആല ശിഫാക്കി കൊടുക്കട്ടെ. നിങ്ങളൊക്കെ ഈ കുഞ്ഞിന് വേണ്ടി ദ്വാരക്കണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അക്കൗണ്ട് നമ്പർ താഴെ വെക്കും. കഴിയുന്ന രൂപത്തിലൊക്കെ മനസ്സറിഞ്ഞില്ലാതെ സഹായിക്കും. അൽഹംദുലില്ലാഹ്. അങ്ങനെ സംതൃപ്തകരമായ രൂപത്തിൽ അവിടെ എത്തി തിരിച്ചു വരുന്ന വഴി ചാവക്കാട് ജംഗ്ഷനിൽ എത്തിയപ്പോഴേക്കും ചാവക്കാട്ടുകാരുടെ സ്നേഹം ഒന്ന് അനുഭവിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. എന്ത് നല്ല മനുഷ്യര്. അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഫക്രുദ്ദീൻ ഈ പൈസ ഏൽപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ അങ്ങനെയുള്ള പൈസ ഒന്നും ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓട്ടോടി കിട്ടിയ പൈസ ആയത്, അതിൻ്റെ ഒരു വിഹിതം ആർക്കെങ്കിലും പാവങ്ങൾ സ്ഥാനം മുമ്പ് വരുമ്പം നൽകണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാണ്. അള്ളാഹു തആല ഇഹവും വരെ അള്ളാഹു ജീവിപ്പിക്കട്ടെ. ഭയങ്കര സന്തോഷം. സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ ഓട്ടോയുടെ പേര്? ഷിഫ്ന. മൊഴിച്ചുടിയിൽ ഹിതകരപ്പാൽ ചിരിത്തരുളോ പരമാനന്ദമേ തരുമാലംബമേ കൃപയോരും കവേ മൃദുലാകാരമേ നിബിഹൃദയവനീലനഗരാഗമായി പോയി വരൂ ഫാത്തിമ പ്രേമിതൻ നാദമായി പൂമകൾ ഫാത്തിമ തൻ താരമായി മൊഴിച്ചുടിയിൽ ഹിതകരപ്പാൽ ചിരിത്തരുളോ പരമാനന്ദമേ തരുമാലംബമേ കൃപയോരും കവേ മൃദുലാകാരമേ നിബിഹൃദയവനീലനഗരാഗമായി പോയി വരൂ ഫാത്തിമ പ്രേമിതൻ
മകൾ